ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇയേഴ്സ് ഓഫ് റിഗ്രറ്റ്, ഇത്ര കൊല്ലം ഞാൻ വേസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു റിഗ്രറ്റ് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ കുറച്ച് മുന്നേ ഒരു പാരൻറ്റ് കോൾ ചെയ്തു. ഒരു ബി ഫാം അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു കുട്ടിയുടെ പാരൻറ്റ് എനിക്ക് ഫോൺ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. സോ അതിനാസ്പദമാക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. ഐ ആം നോട്ട് സിംപ്ലി ലൈക്ക് യു ആർ ന്യൂ ഹിയർ. നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ, എൻ്റെ പേര് ഷമീർ മറവാൻ. ഞാൻ ബി ഫാം കഴിഞ്ഞു, പിന്നെ എം ഫാം നൈപ്പർന്ന് ചെയ്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാണ്. സോ ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിങ് യു വിത്തൗട്ട് എനിത്തിങ് അച്ചീവിങ്. ഐ കാൺ ടെൽ എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, റൈറ്റ്? ഞാനൊന്നും അച്ചീവ് ചെയ്യാണ്ട് നിങ്ങളെ മുന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്നിങ്ങനെ കളകളാന്ന് സംസാരിക്കുന്ന ഒരു കാര്യം. വാട്ട് എവർ ഐ ഡിഡ്, ഐ ആം ടെല്ലിങ് യു ദ റൈറ്റ് പാത്ത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആ ഒരു പേരന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്ക് ഗവൺമെന്റ് കിട്ടാൻ ചാൻസ് ഇല്ല. അവര് ബി ഫാം നോക്കുന്നുണ്ട്, BSc നഴ്സിംഗ് നോക്കുന്നുണ്ട്. സോ നമ്മൾ ബി ഫാമിനെ സ്ട്രെസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. സോ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അവർ ബി ഫാം ആണ് നോക്കുന്നത്, ഗവൺമെന്റ് കിട്ടാൻ ചാൻസ് ഇല്ല, കീം റാങ്ക് കുറവാണ്. അപ്പോൾ ഒരുപാട് കോളേജിലോട്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡൊണേഷൻ 5 lakh 2 to 10 lakh ആണ് വരുന്നത്. സോ 2 to 10 lakh. ചില കോളേജസ് 2 ലക്ഷം വാങ്ങുന്നുണ്ട്, ചില കോളേജസ് 10 ലക്ഷം വാങ്ങുന്നുണ്ട്. ഈ ഒരു ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടൂല. അത് അണ്ടർ ദ ടേബിൾ ആണ്. അതൊരു ബ്ലാക്ക് മണി പോലെയാണ് കോളേജ് വാങ്ങുന്നത്. സോ നിങ്ങൾക്ക് അതിനൊരു പ്രൂഫും കിട്ടൂല, കാരണം നിങ്ങളെ മാർക്ക് കുറവായതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് അവർ തരികയാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്ര ഡൊണേഷൻ വാങ്ങുന്നുണ്ട്. പിന്നെ ബി ഫാം ഫസ്റ്റ് ഇയർ ചേരുമ്പം ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ കൊടുക്കണം, 1.60 നമ്മൾ കൊടുക്കണം. പിന്നെ സബ്സിക്വന്റ്, പിന്നെ മുന്നോട്ടുള്ള വർഷങ്ങളിൽ 1.30 കൊടുക്കണം. ഇതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ബി ഫാമിന് കേരളത്തിലുള്ള എല്ലാ സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ അവസ്ഥ എങ്ങനെയാണ് മൊത്തത്തിൽ. സോ ഒരു 1.5 ഫസ്റ്റ് കൊടുക്കണം, പിന്നെ 1.30 വെച്ച് ഓരോ കൊല്ലവും. ഹോസ്റ്റൽ ഫീ 6,500, പിന്നെ എക്സ്ട്രാ ട്രാവലിംഗ്, ഫുഡ് കോസ്റ്റ്, അങ്ങനെയൊക്കെ കൂടെ ടോട്ടൽ ഒരു 10-12 ലക്ഷം രൂപ ബി ഫാം 4 വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ആകും. സോ അവരുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പൈസ നമ്മൾ ചിലവാക്കിയാൽ ഇത് വെർത്താണോ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ജോലി കിട്ടുക? ഇത്രയും പൈസ നമ്മൾ ചിലവാക്കിയിട്ട് കേരളത്തിൽ പഠിച്ചിട്ട് അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പഠിച്ചിട്ട് ഇത് കഴിഞ്ഞാലുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോ? തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട്. അവരങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടും അങ്ങനെ ഒരു ആശങ്ക അവർക്ക് വരുന്നതുകൊണ്ടും തീർച്ചയായിട്ടും പ്രസക്തി ഉണ്ട്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിലോട്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ ബി ഫാമിന് മൊത്തത്തിൽ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു 10 to 12 ലക്ഷം ഡൊണേഷൻ കൊടുക്കണം, ട്യൂഷൻ ഫീ കൊടുക്കണം, ഹോസ്റ്റൽ, ഫുഡ്, പിന്നെ അതർ എക്സ്പെൻസസ് ഒക്കെ കൊടുത്തിട്ട് ഒരു 10 to 12 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കി. പിന്നെ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു 10 to 12 ലക്ഷം നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലിയുടെ സാലറി എത്രയാണ്? മൊത്തത്തിൽ പൊതുവെ കേരളത്തിൽ കിട്ടുന്ന ഒരു ഫാർമസിസ്റ്റ് ആയിട്ട് കിട്ടുന്ന സാലറി എത്രയാണ്? ഒരു 15,000 മുതൽ 20,000. അതാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ലൈസൻസ് വെക്കുകയാണെങ്കിൽ ഒരു 18,000 കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ അവർ ട്രെയിനി ആയിട്ട് വെക്കും. എന്നിട്ട് അവരെന്താവും, നമ്മളെ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു എമൗണ്ട് കൂട്ടി ഓൺ ആൻ ആവറേജ് എത്ര കിട്ടും? ഒരു 15,000 മുതൽ 25,000 രൂപ. അപ്പോൾ നമുക്കൊരു കൊല്ലത്തിൽ എത്ര കിട്ടുക? 2 ലക്ഷം 2.5 ലക്ഷം രൂപയാണ്. അപ്പം 2 ലക്ഷം 2.5 ലക്ഷം രൂപ നമുക്ക് ഒരു കൊല്ലത്ത് കിട്ടുമ്പോൾ നമ്മൾ ചിലവാക്കി 10 to 12 ലക്ഷം നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ എത്ര വർഷം എടുക്കും? 5-6 വർഷം എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു കോഴ്സ് ചെയ്തിട്ട്, ബി ഫാം ഓർ BSc നഴ്സിംഗ്, എനിത്തിങ്, അപ്പോൾ എവിടെയും ഇത്ര ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ ചില കോളേജസ് എന്താ ക്ലെയിം ചെയ്യുന്നത്, നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ട്, നമ്മളെ കുട്ടികൾ ബി ഫാം കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഞാൻ പറയട്ടെ, ബി ഫാം കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ജോലി എന്തൊക്കെയാണെന്ന്. ക്വാളിറ്റി അഷ്യൂറൻസ്, പൊതുവെ IPQA, ക്വാളിറ്റി കൺട്രോൾ, മാനുഫാക്ചറിങ് ഓർ പ്രൊഡക്ഷൻ. ഈ ഒരു ജോലികൾ പൊതുവെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസിലായിരിക്കും ഉണ്ടാകുക. ചിലപ്പം ബാംഗ്ലൂർ, എവിടെയെങ്കിലും റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസ് ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റില്ല.
ഇതിൽ ചുരുക്കം പേര് മാത്രം എംഫാം ചെയ്ത്, അതും ടോപ്പ് ടിയർ കോളേജസിൽ നിന്ന് എംഫാം ചെയ്ത് അല്ലെങ്കിൽ സ്റ്റഡി അബ്രോഡ് പുറത്തു പോയി പഠിച്ചിട്ടൊക്കെയാണ് നല്ലൊരു ജോലിയിലോട്ട് എത്തിപ്പെടുന്നത്. എസ്പെഷ്യലി റെഗുലേറ്ററി അഫയേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്ലിനിക്കൽ കോർഡിനേറ്റർ പോലത്തെ ചുരുക്കം പേര് മാത്രമാണ് ആ ഒരു മെട്രിക്സിൽ നിന്ന് പുറത്ത് വന്നിട്ട് എംഫാം ചെയ്ത്, അതും നല്ല കോളേജസിൽ നിന്ന് എംഫാം ചെയ്ത് നല്ല ജോലിയിൽ എത്തിപ്പെടുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടൊക്കെ. അത് നമുക്ക് നല്ലൊരു കമ്പനി കിട്ടിയാൽ മാത്രമേ നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അവിടെയും നമ്മൾ MBA ഒക്കെ ചെയ്ത് അപ്സ്കില്ല് ചെയ്യാണ്ട് നമുക്കൊരു നല്ലൊരു കരിയർ ട്രജക്ടറി നമുക്ക് കിട്ടത്തില്ല. സോ എന്താണെങ്കിലും നമ്മളൊരു അപ്സ്കില്ല് അവിടെ ചെയ്യണം. ഈ ഒരു B.Pharm ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ കിട്ടുന്ന ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോളേജ് ട്രാപ്പാണ്. മോസ്റ്റ് ഓഫ് ദി സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആർ റണ്ണിങ് എ ഡൊണേഷൻ റാക്കറ്റ്. ലക്ഷങ്ങൾ അവർ വാങ്ങും. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ലാബ് ഇല്ല, പ്ലേസ്മെന്റ് ഇല്ല, ഫാക്കൽറ്റീസ് ഇല്ല. പക്ഷേ ഈ പാരൻസ് സ്വന്തം മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഗവൺമെന്റ് സീറ്റ്സ് വളരെ കുറവാണ്. LBS വഴിയാണെങ്കിലും കീമോ വഴിയാണെങ്കിലും സീറ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ അവർ നിർബന്ധിതരാവുകയാണ്. ഇത്രയും എമൗണ്ട്, ഇപ്പം 5 ലക്ഷം പറയുകയാണെങ്കിൽ 5 ലക്ഷം കൊടുക്കുക, 10 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം കൊടുക്കാനുള്ള ഒരു നിർബന്ധിത അവസ്ഥയിലാണ് അവർ വരുന്നത്. കാരണം വേറെ മാർഗമില്ല. കാരണം കുട്ടികളെ ദൂരത്തോട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലോട്ടോ തമിഴ്നാട്ടിലോട്ടൊക്കെ പഠിക്കാൻ ചിലപ്പോൾ പഠിക്കാൻ വിടാൻ അവർക്ക് പേടിയാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് എന്താണ് റിട്ടേൺ കിട്ടുന്നത്, അതും കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താ പിന്നെ ചെയ്യുക, എന്താണ് ഇതിന് പകരമായിട്ട് ചെയ്യുക? ഞാൻ B.Pharm മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്രയും പൈസ കൊടുത്തിട്ട് കടത്തിലോട്ട് പോയി ചാടരുത്. B.Pharm ഇപ്പോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ D.Pharm ചെയ്യുക, പിന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമുക്കൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആ ഒരു പേടി നമുക്ക് വരും. അപ്പോൾ ഇത്രയും പൈസ കൊടുത്തിട്ട് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ കടത്തിലൊന്ന് പോയി ചാടരുത്. പറ്റുമെങ്കിൽ ഡിപ്ലോമ ചെയ്തിട്ട് പിന്നെ അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ BSc കെമിസ്ട്രി അല്ലെങ്കിൽ ബയോടെക്നോളജി പോലത്തെ കോഴ്സുകളൊക്കെ നിങ്ങളുടെ കരിയറിന് അലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഇത്രയും ഡൊണേഷൻ റാക്കറ്റും ഉള്ള ഈ ഒരു കാലത്ത് നിങ്ങൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ, നമ്മൾ കടം വാങ്ങി ലോണൊക്കെ എടുത്ത് ആ ഒരു ഡെപ്റ്റിലോട്ട് നിങ്ങൾ പോകാണ്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു വർഷം നിങ്ങൾ എന്താ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കീമിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു വർഷം പോട്ടെ, അടുത്ത വർഷം നിങ്ങൾ കീമ ക്രാക്ക് ചെയ്തിട്ട് ഗവൺമെൻറ് സീറ്റ് ലഭിക്കാൻ നോക്കുക. കാരണം ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ B.Pharm പഠിച്ചിറങ്ങാൻ തന്നെ 2 ലക്ഷത്തിൻ്റെ ഉള്ളിലേ വരുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 12 ലക്ഷം 2 ലക്ഷം തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ I would suggest you to go for KEAM and get a government seat. Okay, ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് B.Pharm തന്നെ വേണം എന്നുള്ള ഒരാളാണെങ്കിൽ നല്ലൊരു കോളേജ് നിങ്ങൾ വൈസായിട്ട് ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഇയർ മുതൽ തന്നെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫൈനൽ ഇയർ വരെ കാത്തു നിൽക്കരുത്. തിങ്ക് ബിയോണ്ട് കേരള. കേരളത്തിന് പുറത്തും ജോലികളുണ്ട്. അപ്പം നിങ്ങൾ സ്മാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. B.Pharm കഴിഞ്ഞിട്ട് M.Pharm ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാണ്ട് നമ്മൾ B.Pharm കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും പൈസ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ട്രാപ്പിൽ പോയി ചാടാണ്ടിരിക്കുക. ഓക്കെ, അപ്പം എനിക്ക് എല്ലാ പാരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാണ്ടിരിക്കുക. അവരുടെ കോളേജിന്റെ ഫ്ലാഷി ആയിട്ടുള്ള ബ്രോഷറും പ്രോസ്പെക്ട്സ് ഒക്കെ കാണുമ്പോൾ ചാടി വീണിട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കാണ്ടിരിക്കുക. പെട്ടെന്ന് ഇത്ര പറയുമ്പോൾ 5-10 ലക്ഷം കൊടുത്തിട്ട് ഒരു സീറ്റ് ഒപ്പിച്ചിട്ട് നമുക്കതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടൂല എന്നുണ്ടെങ്കിൽ, കൊല്ലങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ കുട്ടിക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ ഒരു വീഡിയോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു യൂട്യൂബർ ആയിട്ട് എനിക്ക് വ്യൂ കിട്ടാൻ വേണ്ടി പറയല്ല. അപ്പോൾ ഒരു പാരൻസിൻ്റെ ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം എനിക്ക് തോന്നി, ഞാനൊരു ഒരു കാര്യം കൺവേ ചെയ്താൽ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ അത് ഒരുപാട് പേരെ സഹായിക്കും. വെറുതെ പൈസ കളഞ്ഞിട്ട് അതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇപ്പോൾ എനിക്ക് വ്യൂ കിട്ടാനും ഫേമസ് ആവാനും ഒന്നും അല്ല. ഇതൊരു വാല്യൂ അഡീഷൻ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു സമൂഹത്തിലോട്ട് ഒരു വാല്യൂ അഡീഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയാൽ അത് എത്രയും നല്ലൊരു കാര്യമില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത്രയ്ക്കുള്ളൂ ഗായ്സ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.